നമസ്കാരം. ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും അകത്താകും. വിൻസി അലോഷ്യസ് പോലീസിൽ പരാതി നൽകാൻ തയ്യാറല്ല. പക്ഷേ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കുമെതിരെ അന്വേഷണം വരും. ഇതൊരു അവസരമാണ് പിണറായി സഖാവിന് മലയാള സിനിമയെ ശുദ്ധീകരിക്കുവാൻ. അത് കഴിയുമോ, അത് സാധിക്കുമോ എന്നൊക്കെ കണ്ടറിയാം. വിൻസി അലോഷ്യസ് പരാതി കൊടുത്തില്ല എങ്കിലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അന്വേഷണം നടത്താൻ പോലീസ് സജ്ജമാണ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസ് എക്സൈസ് അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് സാധ്യത. അതിനു മുൻപായി റിമാൻഡിൽ കഴിയുന്ന കേസിലെ 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങും. അപ്പോൾ ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. സിനിമാ മേഖലയിലും ഹൈബ്രിഡ് വിതരണം ചെയ്തു എന്നാണ് ഇവർ എക്സൈസിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയപ്പെടുന്നത്. ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാറും വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി. ശ്രീനാഥ് ഭാസി മയക്കുമരുന്നിന് അടിമയാണ് എന്ന തരത്തിലാണ് നിർമ്മാതാവിൻ്റെ പ്രതികരണങ്ങൾ വന്നത്. ശ്രീനാഥ് ഭാസി സിനിമാ സെറ്റിൽ നിരന്തരം ലഹരി ആവശ്യപ്പെട്ടുവെന്നും പുലർച്ചെ 3 മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്നുമാണ് നിർമ്മാതാവ് പറയുന്നത്. അപ്പോൾ ഇതും പോലീസ് വളരെ ഗൗരവത്തിൽ എടുക്കുക തന്നെ ചെയ്യും. മട്ടാഞ്ചേരി മാഫിയാണ് സിനിമയിലെ മയക്കുമരുന്ന് ഇടപാടുകളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവരിലേക്ക് ഒരു അന്വേഷണം കൊണ്ടുപോകുവാൻ എക്സൈസിനും അല്ലെങ്കിൽ പോലീസിനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നീക്കങ്ങളുടെ അനന്തരഫലത്തിൽ സംശയങ്ങളും സജീവമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനത്തൊക്കെ ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് അത് നടത്തുന്നുണ്ട്. പോലീസിനും എക്സൈസിനും എല്ലാം അധികാരവും നൽകുന്ന തരത്തിൽ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അപ്പോഴും VIP-കളിലേക്ക് അന്വേഷണം കടന്നാൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുമെന്ന ആശങ്ക പലപ്പോഴും പോലീസിനും എക്സൈസിനും ഉണ്ട് താനും. ആലപ്പുഴയിൽ ഒരു VIP-യുടെ മകനെ പിടിച്ചതിനെ തുടർന്ന് പലരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുലിവാല് പിടിച്ച ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സിനിമയിലെ മാഫിയയെ തളയ്ക്കേണ്ടതുണ്ട് എന്നാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഇപ്പോഴത്തെ വിലയിരുത്തൽ. മുഖ്യമന്ത്രി എല്ലാ പിന്തുണയും നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ ഒരുങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർക്ക് മട്ടാഞ്ചേരി മാഫിയയുമായിട്ട് ബന്ധമുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. വിശദപരമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പോലീസും എക്സൈസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുന്നത്. മലയാള സിനിമാ മേഖലയെ ശുദ്ധീകരിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്ന ഒരു സുവർണ അവസരം കൂടിയാണിത്. സിനിമാ സെറ്റിൽ തനിക്കെതിരെ മോശമായി പെരുമാറിയെന്ന് അല്ലെങ്കിൽ പെരുമാറിയ നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഷൈൻ ടോം ചാക്കോ ആണ് എന്ന് നടി ഫിലിം ചേംബറിനും ICCക്കുമൊക്കെ അമ്മയ്ക്കുമൊക്കെ നൽകിയിരുന്ന പരാതി, ആ പരാതിയിലാണ് നടൻ്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംഭവം എക്സൈസ് അന്വേഷിക്കും. സൂത്രവാക്യം എന്ന സിനിമാ സെറ്റിൽ വെച്ചാണ് നടൻ വളരെ മോശമായി പെരുമാറിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിലിട്ട ആ വീഡിയോയിൽ കൂടി താരം വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയുണ്ടായി. ഒരു പ്രധാന നടൻ ഒരു ചിത്രത്തിൻ്റെ സെറ്റിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച് ശല്യമുണ്ടാക്കി എന്നായിരുന്നു താരത്തിൻ്റെ വെളിപ്പെടുത്തൽ വന്നത്. അപ്പോൾ ഇതിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് ആരോപണമെന്ന് പോലീസ് തിരിച്ചറിയുകയും ചെയ്തു എന്നുള്ളതാണ്. ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി. കൊച്ചി നോർത്തിലെ ഹോട്ടലിൻ്റെ 3ാം നിലയിൽ നിന്നുമാണ് ഈ താരം ഇറങ്ങി ഓടിയതും അത് വലിയ കാഴ്ചയായതും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു. ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന അവിടെ നടന്നത്. ഈ സാഹചര്യത്തിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കേസും ശക്തമായി അന്വേഷിക്കുവാൻ എക്സൈസ് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ആലപ്പുഴയിൽ പിടിയിലായിട്ടുള്ള തസ്ലിമ സുൽത്താന ഫോണിൽ ശ്രീനാഥ് ഭാസിയെ പലവട്ടം വിളിച്ചിരുന്നതായി സമ്മതിച്ചിട്ടുണ്ട്. ഇവരുമായിട്ടുള്ള വാട്സാപ്പ് ചാറ്റ് അടക്കം പുറത്തു വന്നതോടുകൂടിയാണ് ഇവർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലെ വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. കേസ് പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഈ സർക്കാരിൻ്റെ വിശദീകരണം തേടിയ ശേഷം 22-ാം തീയതി വാദം കേൾക്കാൻ മാറ്റിയെങ്കിലും പിന്നാലെ തന്നെ പക്ഷേ ശ്രീനാഥ് ഭാസി ഹർജി പിൻവലിച്ചു. കാരണം നിലവിൽ പ്രതി ചേർക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. ഇതോടുകൂടിയാണ് ഹർജി തീർപ്പാക്കി. കഞ്ചാവ് ഇടപാടുമായി ബന്ധമില്ല എന്നും ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നും എക്സൈസ് പരാമർശിച്ച സാഹചര്യത്തിൽ തന്നെ തെറ്റായി കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യമുണ്ടായിരുന്നത്.
ഏപ്രിൽ 1 ഓമനപ്പുഴയിൽ 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ തസ്ലിമ സുൽത്താനയുടെ ഫോണിലാണ് ശ്രീനാഥ് ബാസിയുമായിട്ടുള്ള ചാറ്റുകൾ കണ്ടെത്തിയത് എന്നുള്ളതാണ്. ക്രിസ്റ്റീന എന്ന പരിചയപ്പെടുത്തിയ തസ്ലിമ മുമ്പ് ലൊക്കേഷനിൽ വന്ന് കണ്ടിരുന്നുവെന്നും ഇതേ ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ തസ്ലീമയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ല എന്നും അറസ്റ്റ് ചെയ്താൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം അടക്കം മുടങ്ങിപ്പോകുമെന്നും ഏത് ജാമ്യവ്യവസ്ഥയും അംഗീകരിക്കുവാൻ തയ്യാറാണെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഹർജിയിൽ ഉണ്ടായിരുന്നാലും ഇതേ ക്രിസ്റ്റീനയുടെ ഫോണിൽ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട തെളിവുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 നടന്മാരെയും ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിക്കുന്നത് ഇതിലൂടെയാണ്. എന്നാൽ ചില ഇടപെടൽ കാരണം ഇത് നീണ്ടുപോയി എന്നുള്ളതാണ്. ഇതിനിടെയാണ് ഇപ്പോൾ വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നത്. അത് സിനിമാ മേഖലയിൽ വലിയ പൊട്ടിത്തെറിയായി മാറുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഷൈനാണ് വില്ലൻ എന്ന വിവരം പുറത്തായതോടെ സിനിമയിലെ ലഹരി മാഫിയയിൽ ചില പുതിയ സംശയങ്ങൾ ഉയരുകയാണ്. ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും ഒക്കെ മുടിയും നഖവും പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം എന്ന് പറയപ്പെടുന്നത്. കോടതി അനുമതിയൊക്കെ വാങ്ങിയാകും ഈ നടപടികൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള നടന്മാർ മലയാള സിനിമയ്ക്ക് തന്നെ അപമാനമാണ്. മാത്രമല്ല ഇവന്മാരെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ നാളെ ഈ സിനിമാ വ്യവസായം തന്നെ തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.